സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വീട് സന്ദർശിച്ചു ഇന്ന് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും. ഗൗതമിന്റെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രി കുടുംബത്തെ ആശ്വസിപ്പിച്ചു. സർക്കാർ സഹായമുണ്ടാകുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. കേൾക്കാം പ്രതികരണം. ഈ കുടുംബത്തിനുണ്ടായ നഷ്ടം അത് തീർച്ചയായും എല്ലാ രീതിയിലും ഒരു സർക്കാരിന് സാധ്യമായ തരത്തിലെല്ലാം ഈ കുടുംബങ്ങളെ സർക്കാർ സഹായിക്കും. കോസ്റ്റൽ പോലീസിന്റെ അടക്കം വലിയ പ്രശ്നം ഇല്ലില്ല, അതെല്ലാം വെറുതെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. തുടക്കത്തിൽ തന്നെ ഡേ 1 മുതൽ തന്നെ വെളുപ്പാങ്കാലത്ത് ആദ്യം എത്തിയത് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണാണ്. സമീപകാല ചരിത്രത്തിൽ ഒരിടത്തും നടത്താത്ത തരത്തിലുള്ള തെരച്ചിലാണ് ഇത്രയും ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നടക്കാത്ത രീതി. ജോണിന്റെയും ഷിജിന്റെയും വീട്ടിലെത്തിയ ഫിഷറീസ് മന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ജോണിന്റെ മകൻ സർക്കാർ വീഴ്ചകൾ എണ്ണി പറയുന്നത് നമ്മൾ കേട്ടു. മുഖ്യമന്ത്രിയുടെ അധിക്ഷേപ പരാമർശവും ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഈ ഘട്ടങ്ങളിലുള്ള ആ ഒരു ഇടപെടലാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യം. ഇത് വരാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടായത്. ഒരു പക്ഷേ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ റിപ്പോർട്ട് വരുന്നത് വൈകിയാണ്. അതായത് 1 മണിക്കാണ് പപ്പയും മറ്റും കടലിൽ പോകുന്നത്. അപ്പോൾ 1 മണിക്ക് പോകുന്നവർക്ക് 2 മണിക്കാണ് അവരുടെ സൈറ്റിൽ കാര്യം അറിയുന്നത്. അപ്പോൾ വൈകുന്നേരം 4 മണിക്കാണ് സൈറൻ പോകുന്നത് അവർക്ക് അവിടെ. പക്ഷെ ഇതിനു മുമ്പേ പപ്പയും മറ്റും കടലിലായി കഴിഞ്ഞു. കടലിലായവർക്ക് ഇത് കൃത്യമായിട്ട് തിരിച്ചു വരാനായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ പോകാനായിട്ട് ഒരു വഴിയുമില്ല. ഇന്നിപ്പോൾ കാണാതിരുന്ന് 11 ദിവസമായി. 11 ദിവസമാകുമ്പോൾ ഈ 11 ദിവസം ഞങ്ങൾ അനുഭവിച്ച മാനസിക വ്യതകളെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് വെച്ചാൽ വിഷമമില്ല എന്നല്ല, അത് ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും വന്ന് പറയുന്നത്. ഇത് പറയുന്നത് നാളെ പപ്പ തിരിച്ചു വരുമെന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു. നാളെ ഒരു പക്ഷേ വീണ്ടും പണിക്ക് പോകേണ്ടി വരും. ഇവിടെ ഉള്ളവർ വീണ്ടും പണിക്ക് പോകും. അപ്പോൾ കുടുംബങ്ങളിലുള്ള പെണ്ണുങ്ങൾക്കും വീട്ടിലുള്ള കുട്ടികൾക്കും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റണം. ഇതിനു വേണ്ടിയിട്ടാണ് ഓരോന്നും പറയുന്നത്. എത്ര യാഥാർത്ഥ്യ ബോധത്തോടും ജീവിതത്തോട് തൊട്ടുചേർന്ന് നിന്നുകൊണ്ടുമാണ് ആ കുട്ടികളുടെ പ്രതികരണങ്ങൾ ഉണ്ടായത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. TV പ്രസാദും ഒപ്പം അരുൺ സോളമനും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. TV പ്രസാദിലേക്കാണ് ആദ്യം പോകുന്നത്. TV പ്രസാദ്, ഇന്ന് നീണ്ടകരയിൽ ഗൗതമിന്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി VD സതീശൻ എത്തി. അദ്ദേഹം അവിടെ കണ്ടു, സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരുന്ന കുടുംബത്തിന്റെ വേദന എന്താണ് എന്നത് മനസ്സിലാക്കി പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ശാശ്വത പരിഹാരം ഉണ്ടാകും എന്ന ഉറപ്പ് നൽകുകയും ചെയ്തു. അതിനുശേഷം ആദ്യം ദിവസം മുതലുള്ള തിരച്ചിൽ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയൊന്നില്ല, ആദ്യത്തെ ദിവസം മുതൽ തന്നെ തിരച്ചിൽ ശക്തമായിരുന്നു എന്നൊക്കെ മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ മുന്നിലുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് TV പ്രസാദ്. ആദ്യത്തെ ദിവസം മുതൽ തിരച്ചിൽ ഊർജിതമായിരുന്നു എങ്കിൽ രേഷ്മയോട്, ഗൗതമിന്റെ അമ്മയോട് ഇപ്പോഴല്ലേ നിങ്ങൾ ഡിമാൻഡ് ചെയ്തത് എന്ന് ഉദ്യോഗസ്ഥർക്ക് ചോദിക്കേണ്ടിയിരുന്നില്ല. അതിന്റെ ആവശ്യമുണ്ടാകുമായിരുന്നില്ല. അതാണ് മാധു ഏറ്റവും സങ്കടകരമായ കാര്യം. ഓരോ വർഷവും നിരവധി മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നു, ചിലവരെ കാണാതാകുന്നു, ചിലവരുടെ മൃതദേഹങ്ങൾ കിട്ടുന്നു. മറ്റൊരു തൊഴിൽ മേഖലയിലും ഇല്ല മാധു ഇങ്ങനെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. രാവിലെ പണിക്ക് പോകുമ്പോൾ വൈകിട്ട് മടങ്ങി വരും എന്ന പ്രതീക്ഷയാണ്. ഇനിയിപ്പോൾ മടങ്ങി വന്നില്ലെങ്കിൽ പോലും അത് കൃത്യമായി കണ്ടെത്താനും അതിൻ്റെ സംവിധാനം നോക്കാനും എല്ലാം നമുക്ക് സിസ്റ്റമുണ്ട്. പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ അവർ കടലിൽ പോയി അപകടത്തിൽപ്പെട്ടാൽ, ഇപ്പോൾ വിഴിഞ്ഞത്തെ ജോണിൻ്റെ മകൻ പറഞ്ഞതുപോലെ ഇന്നും അപകടം നടന്ന 12-ാം ദിവസവും ആ ബോട്ട് എവിടെ വെച്ചാണ് അപകടം നടന്നത് എന്ന് ട്രാക്ക് ചെയ്യാനുള്ള സൗകര്യം പോലും നമ്മുടെ സർക്കാർ സംവിധാനത്തിന് ഇല്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, അപകടം നടന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവിടെ എത്താനുള്ള ഒരു സംവിധാനവുമില്ല. അങ്ങനെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവരോട്, മത്സ്യത്തൊഴിലാളികളോട് സർക്കാർ ചെയ്യേണ്ട മിനിമം കാര്യം എന്ന് പറയുന്നത് കൃത്യമായി തിരയുക, അത് ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നീണ്ടകരയിൽ ഗൗതമിൻ്റെ കുടുംബത്തെയും ഇങ്ങ് മുതലപ്പുഴയിൽ ഷിജിൻ്റെ കുടുംബത്തെയും ഇവിടെ വിഴിഞ്ഞത്ത് ജോണിൻ്റെ കുടുംബത്തെയും അത് ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കൃത്യമായ തെരച്ചിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, ഈ കുടുംബങ്ങളെ ആകെ അപഹസിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പരിഹസിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും മുഖ്യമന്ത്രിയിൽ നിന്നടക്കം ഉണ്ടായി എന്നുള്ളതാണ് അവർക്ക് സഹിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ്
ഗൗതമിന്റെ അമ്മ നേരെ പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ പോയി കുത്തിയിരിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് വിഴിഞ്ഞത്തെ ജോണിന്റെ മക്കൾ ഫിഷറീസ് ഡയറക്ടറുടെ ഓഫീസിൽ പോയി കുത്തിയിരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ചുരുക്കത്തിൽ ഈ സന്ദർശനം ഉറപ്പായും ഈ മക്കളുടെയും അതുപോലെ തന്നെ ആ അമ്മയുടെയും എല്ലാം പ്രതികരണത്തിന്റെ ഭാഗമായാണ് ഇന്നുണ്ടായത് എന്നത് വസ്തുതയാണ്. ഈ സന്ദർശനം 2 ദിവസം മുമ്പായിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ ഈ പരിശോധന കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന 4 ദിവസമായി തുടരുന്ന പരിശോധന കുറച്ച് മുമ്പ് തന്നെ തുടങ്ങിയിരുന്നുവെങ്കിൽ ഇതിലേക്കൊന്നും എത്തില്ലായിരുന്നു. പ്രക്ഷുബ്ധമായ കടലാണെന്നും അവിടേക്ക് എത്താൻ കഴിയുന്നില്ല എന്നും തുടക്കത്തിലായിരുന്നു പറയേണ്ടിയിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പോൾ തെരച്ചിൽ നന്നായി നടക്കുന്നു എന്ന് അധികാരികൾ പറയുന്നു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും ഇവരുടെ വീടുകളിലേക്ക് പോകുന്നു. നല്ല കാര്യം, അവർക്കൊരൽപ്പം ആശ്വാസമെങ്കിലും കിട്ടട്ടെ. പക്ഷേ ഈ രീതിയിലുള്ള തെരച്ചിൽ അത് തുടക്കത്തിൽ തന്നെ വേണ്ടതായിരുന്നു. ഇത് മാത്രം പോരാ മാധു, ഇത്തവണത്തെ അപകടത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും നമ്മുടെ സംവിധാനം കുറച്ചുകൂടി നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇടപെടൽ സർക്കാർ അതുതന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. ജോണിന്റെ മകൻ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛൻ തിരിച്ചു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ തിരിച്ചു വന്നാൽ നാളെയും പണിക്ക് പോകണം. നാളെയും പണിക്ക് പോകുമ്പോഴും ഇതേ അപകടാവസ്ഥ അവിടെ ഉണ്ടാകുന്നുണ്ട്. മുതലപ്പൊഴി എന്നു മുതലാണ് മരണപ്പൊഴിയായി മാറിയത് എന്നത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ സുരക്ഷാ സംവിധാനങ്ങൾ ഒരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ, പ്രാദേശികമായി അടയാളപ്പെടുത്താൻ കഴിയുന്ന സംവിധാനം വേണം എന്നത് തന്നെയാണ്. അരുൺ സോളമൻ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അരുൺ, എണ്ണി പറയുകയാണ് ആ വിദ്യാർത്ഥികൾ. ഇപ്പൊ നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല പോസ്റ്റുകളുടെയും ഈ വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ വരുന്ന പോസ്റ്റുകളുടെ താഴെ എന്തൊരു ധാർഷ്ട്യമാണ് ഇവർക്ക് എന്ന് കമന്റ് ചെയ്യുന്നൊരു മലയാളി മാനസികാവസ്ഥയുണ്ട്. അതിനപ്പുറത്തേക്ക് അവരല്ലാതെ വേറെ ആരാണ് അവർക്ക് വേണ്ടി പറയുക എന്നൊന്നുണ്ട്. മനുഷ്യൻ കരഞ്ഞാൽ മാത്രമേ അവനവന്റെ വിഷമം അല്ലെങ്കിൽ ദുഃഖം, അവന്റെ ആവശ്യം അംഗീകരിക്കപ്പെടുകയുള്ളൂ, മുന്നോട്ട് വെക്കുന്നതായി പരിഗണിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. അതിനപ്പുറത്ത് ഇന്ന് മന്ത്രിമാർ വന്നപ്പോൾ പോലും വളരെ ധൈര്യപൂർവ്വം അവർക്കും അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും അവരുടെ മുഴുവൻ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഈ ആവശ്യങ്ങൾ സധൈര്യം മുന്നോട്ട് വെക്കുന്നവരെ കൂടിയാണ് നമ്മൾ കണ്ടത്. മാധു, തീർച്ചയായിട്ടും വരുന്ന ഒരു തലമുറയെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ നടത്തുന്ന മൂവ്മെന്റ് എന്നാണ് ഇന്ന് രാവിലെ ജിജി ജോൺ പ്രതികരിച്ചത്. കാരണം ഇത് കേവലം തങ്ങളുടെ അപ്പനെ കണ്ടെത്തുക മാത്രമല്ല, കാരണം കാലങ്ങളായിട്ട് കടൽപ്പുറത്തുള്ള ജനങ്ങളെ അവഗണിക്കുന്ന, മാറി മാറി ഭരിക്കുന്ന ഭരണകൂടങ്ങളുടെ ഈ ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ അവരെ അവഹേളിക്കുന്ന സമീപനം അത് വീണ്ടും തുടർന്നു പോകുന്നുണ്ട്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്ന് മന്ത്രിമാരായിട്ടുള്ള രമേശ് ചെന്നിത്തലയും ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂർ അടക്കമുള്ളവർ ജോണിന്റെ വീട്ടിൽ വന്നപ്പോൾ അവർ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് നേരിട്ട് തന്നെ പറയുന്നു, ഈ തങ്ങളെ അവഹേളിക്കുന്ന സമീപനമാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നുള്ളതാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നത് സോഷ്യൽ മീഡിയയിലുള്ള അവഹേളനമാണ്, അത് സ്വാഭാവികമാണെന്നുള്ളതാണ്. പക്ഷേ എടുത്തവിടെ ജിജി ജോൺ പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയുമാണ് തങ്ങളെ അവഹേളിച്ചത്, അതിൽ മാപ്പ് പറയണമെന്ന് തുടക്കം മുതൽ തന്നെ ആ കുട്ടികൾ ആവർത്തിച്ചു പറയുകയാണ്. അവരെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഭാഗം കൂട്ടം ചേർന്നുകൊണ്ട് ഇപ്പോൾ സൈബർ ബുള്ളിംഗ് നടത്തി വരുന്നത്. പക്ഷേ അതിനെ ഒന്നും തന്നെ അവർ ഭയക്കുന്നില്ല, മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. തങ്ങളുടെ അപ്പനെ കണ്ടെത്തുന്നത് വരെ ഈ ഒരു മൂവ്മെന്റ് നടത്തുമെന്നുള്ളതാണ്, ഉറച്ചു നിൽക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ ഒരു ഫിഷറീസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവഹേളനങ്ങൾക്കപ്പുറം തന്നെ കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അവരുടെ ബോട്ടിന് ഒരു സുരക്ഷിതത്വമില്ല. GPS-ന്റെയോ സാറ്റലൈറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം. നിലവിൽ തന്നെ ഇവിടെ TV പ്രസാദ് സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഈ ബോട്ട് എവിടെയാണ് അപകടപ്പെട്ടതെന്ന് ട്രാക്ക് ചെയ്യാൻ ഇതുവരെയും കോസ്റ്റ് ഗാർഡിനോ അല്ലെങ്കിൽ കോസ്റ്റൽ പോലീസിനോ ഇതുവരെയും സാധിക്കാത്ത നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 11ാം നാളിലാണ് ഈ സംസ്ഥാനത്തിന്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ജോണിന്റെ വീട്ടിലും അതുപോലെ തന്നെ മുതലപ്പുഴയിലും എത്തിയിരിക്കുന്നത്. ഈ രണ്ട് കുടുംബങ്ങളും വളരെ കണ്ണീരോടുകൂടി കഴിഞ്ഞുകൂടാൻ തുടങ്ങിയിട്ട് 11 നാളുകൾ കഴിയുന്നു. ഇതുവരെയും തെരച്ചിലുമായി ബന്ധപ്പെട്ട് തന്നെ ഒന്ന് ഊർജിതമാക്കിയിട്ട് 8ാം നാൾ മുതലാണ് വകുപ്പ് മന്ത്രിക്ക് പോലും എവിടെ തിരച്ചിൽ നടത്തണമെന്ന് ഈ കുടുംബത്തോട് ചോദിക്കേണ്ട അവസ്ഥ. അതിനപ്പുറം തന്നെ രാമേശ്വരത്ത് തെരച്ചിൽ നടത്താൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഓർമ്മയുണ്ട്, അവിടേക്ക് മന്ത്രി അടക്കം ചെല്ലുമ്പോൾ അതിനുശേഷം മാത്രമാണ് ആംബുലൻസുകൾ അടക്കം തിരച്ചിലിന് വേണ്ടി പോകാൻ പോലും സന്നദ്ധമായത് എന്ന സാഹചര്യം പോലും ഉണ്ട് നമ്മുടെ മുന്നിൽ. CP ജോൺ അടക്കമുള്ള മന്ത്രിമാരൊക്കെ ചെന്നതിന് ശേഷമാണ് തിരച്ചിൽ സംവിധാനം ആദ്യഘട്ടത്തിൽ പുറത്ത് ഒന്നിറങ്ങാനെങ്കിലും തയ്യാറായതെന്ന വിമർശനം ആ ഘട്ടം മുതൽ ഉണ്ട് എന്നതുകൂടിയുണ്ട്. പിന്നെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിലെ കൂവിത്തൊപ്പിക്കലുകൾ, കടലിനെ പേടിയില്ലാത്ത മനുഷ്യരെയാണ് കൂവിത്തൊപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ എത്ര വൃഥാവിലായ വ്യായാമമാണ് എന്നതാണ്. വളരെ സ്റ്റേണായി, വളരെ ധൈര്യത്തോടുകൂടി, വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ആ കുട്ടികളും എല്ലാവരും തന്നെ ഈ അവരുടെ അവകാശങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. മറ്റാരോടാണ് ഞങ്ങൾ പറയേണ്ടത്, സ്റ്റേറ്റിനോടല്ലാതെ മറ്റാരോടാണ് ഞങ്ങൾ പറയേണ്ടത് എന്ന് അവർ ചോദിക്കുമ്പോൾ പറയാൻ ഒരു മറുപടി ഉള്ളവർ മാത്രം അവർ കൂപ്പി തോൽപ്പിക്കാൻ പോയാൽ മതി എന്നതാണ്.